PSC Journeyയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് സ്റ്റഡി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്ന ഒരു വ്ളോഗല്ല. ഒട്ടും സമയമില്ലാത്തവരെ സംബന്ധിച്ചിട്ട്, രാത്രിയിൽ ഒട്ടും സമയമില്ലാത്തവരെ സംബന്ധിച്ചിട്ട് ഒരു 1 hour ആയാലും എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 8 തൊട്ട് 9 വരെയുള്ള ഒരു 1 hourലെ പഠനമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് LDCയുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ NSS, SNDP, അതുപോലെ സാധുജന പരിപാലന സംഘം, സമത്വ സമാജം, ഇതൊക്കെ വരുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ചധികം പ്രസ്ഥാനങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്തരം പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് വർഷങ്ങൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചും വർഷങ്ങൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് വർഷങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹിസ്റ്ററിയെ അന്നൊക്കെ അത്ര ഇഷ്ടപ്പെടാതിരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ PSCയിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ വർഷങ്ങൾ പഠിക്കാതെ നമുക്ക് ഒരു രക്ഷയുമില്ല. കാരണം ഒരുപാട് വർഷങ്ങൾ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് വലിച്ചു വാരി പഠിക്കാനുള്ള അത്ര വർഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് പ്രസ്ഥാനങ്ങളെക്കുറിച്ചും നവോത്ഥാന നായകരെ സംബന്ധിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ആയിട്ടല്ലെങ്കിലും ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ വർഷങ്ങൾ പഠിക്കാനുള്ള എൻ്റെ ഒരു രീതികൾ ഞാനൊന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം. അതിൽ വലിയ എക്സ്പേർട്ടായിട്ടൊന്നുമല്ല എങ്കിൽ കൂടെ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമായിട്ട് കൂടെ ഞാനതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ്. അപ്പോൾ വർഷങ്ങൾ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞൊരു ടെക്നിക്കുണ്ട്, ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഓൾറെഡി. എന്താണെന്ന് വെച്ചാൽ ഒരേ ഇയറിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതിനെല്ലാം ഒന്ന് നമ്മൾ ഒരു ലിസ്റ്റായിട്ട് എഴുതിയിട്ട് അതൊന്ന് ജസ്റ്റ് വായിച്ച് നമ്മളത് മനസ്സിൽ ഒന്ന് പതിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപോലെ വരുന്ന ഒരേ ഇയറിൽ സംഭവിച്ച കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും എളുപ്പം അങ്ങനെ തന്നെയാണ്. പിന്നത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം വർഷങ്ങളെ സംബന്ധിച്ച് ഓരോ വർഷത്തിലും നമുക്ക് പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെ ഓർമ്മയിൽ നിൽക്കാൻ നമ്മളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ആ ഒരു ഇയറും നമുക്ക് പഠിക്കാനുള്ള ഇയറും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡേറ്റ് പഠിക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്രമേഹ ദിനം എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രമേഹ ദിനം എന്ന് പറയുന്നത് November 14 അപ്പോൾ നമുക്ക് ഈ November 14 പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡൗട്ടില്ലാതെ അറിയുന്ന ഒരു കാര്യമുണ്ട്. ശിശുദിനം എന്ന് പറയുന്നത് November 14. അപ്പോൾ ഇതെങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാമെന്ന് വെച്ചാൽ November 14 ശിശുദിനമാണെങ്കിൽ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് അല്ലേ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിഠായി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റും മിഠായിയൊക്കെ കുറേ സ്വീറ്റ്സ് കഴിച്ചിട്ടാണ് പ്രമേഹം വരുന്നത് അല്ലേ. അപ്പോൾ കുട്ടികൾ കുറേ മിഠായി കഴിച്ചിട്ട് പ്രമേഹം വന്നതുകൊണ്ടാണ് എന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്കൊന്ന് അത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ലേ. November 14 അപ്പോൾ പ്രമേഹ ദിനവും ശിശുദിനവും അങ്ങനെയെന്ന് പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ ഒക്കെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ടും പഠിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നമുക്ക് വർഷങ്ങളെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. വർഷങ്ങൾ ഒരിക്കലും നമുക്ക് പഠിക്കണ്ടെന്ന് വെച്ചിട്ട് പോകാനും പറ്റില്ല. കാരണം ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു PSC എക്സാമിനെ സംബന്ധിച്ച് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്, വളരെ വളരെ വിലപ്പെട്ടത്. ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ വരെ റാങ്കുകൾ ഒരുപാട് പുറകിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു എക്സാമാണ് PSC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, ഒന്നാമത് എത്തുക എന്ന് തന്നെയായിരിക്കണം ലക്ഷ്യം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്തവരെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞല്ലോ. രാത്രിയിൽ ചിലപ്പോൾ ഒട്ടും സമയം കിട്ടാത്തവരൊക്കെ ഉണ്ടായിരിക്കും, രാവിലെ എണീറ്റ്. എങ്കിലും രാത്രി നമുക്ക് 1 മണിക്കൂറൊക്കെ കിട്ടുകയാണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ച് നിങ്ങൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ സമയം എവിടെയാണോ കിട്ടുന്നത് അവിടെ നിങ്ങൾ ടഫ് സബ്ജക്റ്റിനുള്ള വേണ്ടി സമയം കൊടുക്കണം.
കുറച്ച് സമയം എവിടെയാണോ നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്നത് അവിടെ നിങ്ങൾ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടെ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് റിവിഷനും പഠനവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പഠിച്ച കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അതിനെ വിട്ടുകളയരുത്. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയതിനെ മറക്കുന്ന ഒരു പ്രവണതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ റിവിഷന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. രാത്രിയിലെ പഠനം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു 1 hour എങ്കിലും പഠിച്ച് നിങ്ങൾ അത് മാത്സോ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക.